അല്ലേ? അതാണ് വിഷയം. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കുക. അഞ്ചാമത്തെ കാര്യം ഹിഫ്ളുൽ ഉദൻ. നമ്മുടെ ഈ കേൾക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയ ഉപകരണമുണ്ടല്ലോ, ഉദൻ എന്ന് പറയുന്ന ഉപകരണം, അതിനെ നാം സംരക്ഷിക്കണം. എല്ലാം കേൾക്കാൻ നമുക്ക് അനുവാദമില്ല. അതുകൊണ്ടാണ് റമദാനിൽ നമ്മളെല്ലാം കേൾക്കാത്തത്, അല്ലേ? നമുക്കറിയാം ശരിക്ക് എന്താ കേൾക്കാൻ പാടില്ലാത്തത് നമുക്കറിയാം. അതുകൊണ്ടാണ് പല കൈതരാഗങ്ങളും പലതരത്തിലുള്ള തോന്നിയാസങ്ങളും നമ്മൾ റമദാനിൽ കേൾക്കാറില്ല. എന്താ? റമദാനിന്റെ അത് പവിത്രതക്ക് ഭൂഷണമല്ല. വിശ്വാസികളെ മനസ്സിലാക്കുക, വിശ്വാസിയുടെ പവിത്രതക്ക് ഭൂഷണമല്ലാത്തതാണ് റമദാനിലും ഭൂഷണമല്ലാത്തത്. അതുകൊണ്ട് റമദാനിലും അത് ഒഴിവാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കോപമുണ്ടാകുന്ന ഒന്നും നാം നമ്മുടെ ചെവി കൊണ്ട് കേൾക്കരുത്. അതേത് തരം എന്ത് തരം പേര് നിങ്ങൾ ആ മ്യൂസിക്കുകൾ ഇട്ടാലും ശരി, ആ നിങ്ങൾ കേൾക്കുന്ന സംഗതികൾക്ക് എന്ത് പേരുകൾ ഇട്ടാലും ശരി, ഇനി ഏഷണികളാകട്ടെ, പരദൂഷണങ്ങളാകട്ടെ, മറ്റുള്ളവരെ പറ്റിയുള്ള നീച വർത്തമാനങ്ങളാകട്ടെ, ഇതൊന്നും കേൾക്കാൻ നമ്മുടെ ചെവിടിന് നാം ഒരിക്കലും സന്ദർഭം നൽകരുത്. ഇസ്ലാമിന്റെ രീതി ക്രമം എന്താണെന്ന് ചോദിച്ചാൽ അതൊക്കെ പറയുന്ന സദസ്സിൽ നിന്ന് നാം എഴുന്നേറ്റ് പോകണം. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ നിയന്ത്രിക്കുക. ഇതൊന്നും ശരിയല്ലല്ലോ എന്ന് പറയാ. നിയന്ത്രിക്കാൻ സാധിക്കാത്തടത്ത് നമ്മൾ എഴുന്നേറ്റ് പോവുക. നമ്മുടെ തടി നമ്മൾ എന്താക്കണം? സലാമത്താക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു വലിയ തീപിടുത്തം സംഭവിക്കുന്ന ഒരു സ്ഥലം, വലിയ തീപിടുത്തം വരാൻ പോവുക. അവിടെ നമ്മൾ നിന്നാൽ തീർച്ചയായും നമ്മൾ ആ തീപിടുത്തത്തിൽ പെടും, നമ്മളും കരിഞ്ഞു പോകും, അല്ലേ? ആ സ്ഥലത്ത് നമ്മൾ ആരെങ്കിലും ഇരിക്കുവോ? നല്ല രസമുണ്ട് തീപിടുത്തം കാണാൻ, ആളി പടരട്ടെ, കാണട്ടെ എന്ന് പറഞ്ഞ ആരെങ്കിലും ഇരിക്കുവോ? ഇല്ലല്ലോ. തീപിടുത്തത്തിന്റെ ശബ്ദം കേൾക്കാൻ നല്ല രസമുണ്ട്, കേൾക്കട്ടെ എന്ന് പറഞ്ഞ ആരെങ്കിലും ഇരിക്കോ? ഇരിക്കൂല. അത് തന്നെയായിരിക്കണം വിശ്വാസികളെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സദസ്സുകളിലുള്ള നമ്മുടെ നയം. ഒരിക്കലും നാം അവിടെ ഇരിക്കരുത്, കാരണം നമ്മൾ കരിഞ്ഞു പോകും. സാധാരണ കരിച്ചിലല്ല, ശക്തമായ കരിച്ചിൽ, നരകത്തിന്റെ കരിച്ചിൽ നാം അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് എല്ലാവരും ആ കാര്യം ശ്രദ്ധിക്കണം. നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആല നമ്മെ പഠിപ്പിച്ചു, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്നസ് സമഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. ഇന്നസ് സമഅ, നിന്റെ കേൾവി, വൽ ബസറ, നിന്റെ ബസർ കാഴ്ച, വൽ ഫുആദ്, നിന്റെ ഹൃദയം, കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, എല്ലാറ്റിനും മറുപടി പറയണം. എല്ലാറ്റിനെ കുറിച്ചും ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് സഹോദരങ്ങളെ, വഇദാ മർറൂ ബില്ലഗ്വി മർറൂ കിറാമാ, ഇത്തരം തോന്നിയാസങ്ങൾ നടക്കുന്ന സ്ഥലത്തിലൂടെ നിങ്ങൾക്ക് പോകേണ്ടി വന്നാൽ, വേദികളിൽ എത്തിപ്പെടേണ്ടി വന്നാൽ അവിടെ നിങ്ങൾ മാന്യന്മാരാകണം. എന്താ മാന്യന്മാരാണെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി. എന്താ മാന്യന്മാരാകണം എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്ന് അവർക്കൊപ്പിച്ചൊന്ന് കേട്ടുകൊടുക്കണം, ഒന്ന് ആടിക്കൊടുക്കണം എന്നാ അല്ല. ഇസ്ലാമിന്റെ മാന്യത അവ തൊട്ട് തീണ്ടാത്ത വിധം അവിടെ നിന്ന് പോകാൻ നമുക്കാവണം, സാധിക്കണം. അതാണ് അല്ലാഹു തആല പഠിപ്പിച്ചത് സൂറത്തുൽ ഖസസിലെ 55-ാമത്തെ വചനത്തിൽ, വഇദാ സമിഉൽ ലഗ്വ അഅറദു അൻ വഖാലൂ ലനാ അഅമാലുനാ വലക്കും അഅമാലുക്കും സലാമുൻ അലൈക്കും ലാ നബ്തഗിൽ ജാഹിലീൻ. നമ്മുടെ നയം വഇദാ സമിഉ അല്ലഗ്വ, ലഗ്വ്, അനാവശ്യമായത് അവർ കേട്ടാൽ, വിശ്വാസികളുടെ സ്വഭാവം എന്ത് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അനാവശ്യമായത് എന്താകട്ടെ അത് കേട്ടാൽ അഅറദു അൻ, അതിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു കളയും. ഇതെന്റെ വിഷയമല്ല, എനിക്കിവിടെ ഇനി സീറ്റില്ല. ഏത് സദസ്സായാലും സഹോദര, എത്ര വലിയ ഗെറ്റ് ടുഗദറുകളായാലും അവിടുന്ന് എഴുന്നേറ്റ് പോയാൽ മോശമല്ലേ? അത് തന്റെ ഭാവിയെ ബാധിക്കുകയില്ലേ? അഅറദു അൻ വഖാലൂ, എന്നിട്ട് വിശ്വാസികളാണെങ്കിൽ അവര് പറയും, ലനാ അഅമാലുനാ വലക്കും അഅമാലുക്കും, ഞങ്ങൾക്ക് ഞങ്ങളെ പണി, നിങ്ങൾക്ക് നിങ്ങളെ പണി. ലനാ അഅമാലുനാ വലക്കും അഅമാലുക്കും, ഞങ്ങൾക്ക് ഞങ്ങളുടെ കുറച്ച് പണിയുണ്ട്, അതുകൊണ്ട് തൽക്കാലം നമ്മൾ പോവുകയാണ്, നിങ്ങൾ നിങ്ങളെ പണി എടുത്തോ. ലനാ അഅമാലുനാ വലക്കും അഅമാലുക്കും, മാത്രമല്ല സലാമുൻ അലൈക്കും, അവരോട് പറയണം അസ്സലാമു അലൈക്കും, നമ്മൾ പോവുകയാണ് കേട്ടോ. അതാണ് സലാമുൻ അലൈക്കും ലാ നബ്തഗിൽ ജാഹിലീൻ. ഇത്തരം ജാഹിലീങ്ങളെ നമുക്ക് വേണ്ട. ഇതൊക്കെ ജാഹിലിയത്താ. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അവിടെ ഇരിക്കുകയല്ല, ഒതുങ്ങുകയല്ല, അതിനോട് രാജിയാവുകയല്ല. അതാണ് യഥാർത്ഥത്തിൽ നാം സ്വീകരിക്കേണ്ടത്.